നമ്മുടെ ഫോണിൽ നിന്ന് ഒരാൾക്ക് നമ്മൾ അങ്ങോട്ടോ അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ടോ വിളിക്കുകയാണെങ്കിൽ അയാളുടെ ഫുൾ സ്ക്രീൻ ഫോട്ടോ കാണുന്നതിനായിട്ട് നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇതിനായിട്ട് ഒരു പ്രത്യേക ആപ്പ് ഒന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സിൽ തന്നെ അത് എനേബിൾ ചെയ്യാൻ സാധിക്കും. ഫോൺ സെറ്റിംഗ്സിനെ സംബന്ധിച്ചും അതേപോലെ കോൾ സെറ്റിംഗ്സിനെ സംബന്ധിച്ചും ഒക്കെ ധാരാളം വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. വളരെ യൂസ്ഫുള്ളായ വീഡിയോകളാണ് അവ. അപ്പോൾ അവയൊക്കെ കൂടി ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്തുകൊണ്ടോ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലും ഓക്കെ, ഒരാളുടെ കോൾ സെറ്റിംഗ്സിൽ അയാളുടെ ഫോട്ടോ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ഫോണിൽ കോൾ ചെയ്യാനായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാറുള്ള ഈ ഒരു കോൾ ബട്ടൺ ഉണ്ടല്ലോ, അതിൻ്റെ ആപ്പ് നിങ്ങൾ അടുത്തൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് അത് ആദ്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. മിക്കവാറും പേരും ഈ ഒരു ആപ്പ് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാറില്ല. എന്നാൽ അതിൻ്റെ പുതിയ അപ്ഡേഷനിലാണ് ഫുൾ സൈസ് ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. എന്തായാലും ഞാനത് ഇവിടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കാണിക്കാം. അതിനായിട്ട് ഞാൻ പ്ലേ സ്റ്റോറിൻ്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ ഏറ്റവും താഴെയായിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ സെർച്ച് ആണ്. അപ്പോൾ അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ മുകളിൽ സെർച്ച് ബാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലൊന്ന് ടച്ച് ചെയ്യുന്നു. ഇപ്പോൾ താഴെ കീബോർഡ് വന്നിട്ടുണ്ട്. അതിൽ ഫോൺ എന്നോ അല്ലെങ്കിൽ ഫോൺ ബൈ ഗൂഗിൾ എന്നോ ടൈപ്പ് ചെയ്യുക. ഇത് ഗൂഗിളിന്റെ ആപ്പ് തന്നെയാണ്. അങ്ങനെ അത് ടൈപ്പ് ചെയ്തതും സെർച്ച് ബാറിന്റെ താഴെയായിട്ട് ഫോൺ എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ അതിൽ പ്രസ് ചെയ്തതും തന്നെ ഇപ്പോൾ സ്ക്രീനിന്റെ മുകളിൽ ഫോൺ ആപ്പ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഏറ്റവും അവസാനമായി വന്ന അപ്ഡേഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫോൺ എന്ന ആ ഒരു ഓപ്ഷന്റെ നേരെ റൈറ്റ് സൈഡിൽ അപ്ഡേറ്റ് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ആ ഫോൺ എന്ന് കാണുന്ന ഭാഗത്തൊന്ന് ടച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, മുകളിൽ തന്നെ റൈറ്റ് സൈഡിൽ അപ്ഡേറ്റ് എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പം നിങ്ങളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ അപ്ഡേറ്റ് എന്ന് കാണിച്ചിരിക്കുന്ന ഭാഗത്ത് ഓപ്പൺ എന്നാണെങ്കിൽ നിങ്ങൾ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. മിക്കവാറും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് എന്നാണ് കാണിക്കുക. അപ്പോൾ അതിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഫോൺ ആപ്പ് ഇവിടെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് അപ്ഡേറ്റ് ആയി കഴിഞ്ഞതും തന്നെ ആ അപ്ഡേറ്റ് എന്ന് കാണിച്ചിരുന്ന ഭാഗത്ത് ഇതുപോലെ ഓപ്പൺ എന്ന് കാണിക്കും. അപ്പോൾ അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോൺ ആപ്പ് ഓപ്പൺ ചെയ്യാം. പക്ഷെ ഞാനത് ഇവിടെ ചെയ്യുന്നില്ല. പകരം ബാക്ക് അടിച്ചിട്ട് ഫോണിന്റെ ഹോം സ്ക്രീനിലേക്ക് തന്നെ പോവുകയാണ്. ഇനി ഫോൺ ആപ്പിന്റെ ഐക്കൺ ഇത് അവിടെ താഴെ ഉണ്ടല്ലോ, അതായത് കോൾ ബട്ടൺ, അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കത് ഓപ്പൺ ചെയ്യാം. അപ്പം ഞാനതിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇനി ഈ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു 3 വരകൾ കാണുന്നില്ലേ, 3 ലൈൻസ്, അതിൽ നമ്മൾ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യണം. അപ്പം ഞാനതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ സ്ക്രീനിന് മുകളിൽ 4 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെറ്റിംഗ്സ് ആണ്. അതാണ് ഇനി നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അങ്ങനെ അതും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷനുകൾ ഇതുപോലെ വരുന്നതാണ്. അപ്പം ഞാൻ സ്ക്രീനിന് മുകളിലേക്കൊന്ന് നീക്കുന്നു. ഇപ്പോൾ സ്ക്രീനിന്റെ താഴെയായിട്ട് കോളിംഗ് കാർഡ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതാണ് ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഞാൻ ആദ്യം ഒരാളുടെ കോൺടാക്ട് നമ്പറിലേക്ക് അവരുടെ ഫുൾ സൈസ് ഫോട്ടോ ആഡ് ചെയ്ത് കാണിക്കാം. എന്നിട്ട് ഈ വീഡിയോയുടെ അവസാനം ഈ ഫോണിൽ നിന്ന് അവരുടെ കോൺടാക്ട് നമ്പറിലേക്കും അതേപോലെ അവരുടെ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്കും കോൾ ചെയ്യാം. അങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ആഡ് ചെയ്ത അവരുടെ ആ ഫോട്ടോ എൻ്റെ ഈ ഫോണിന്റെ സ്ക്രീനിൽ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതേപോലെ ആഡ് ചെയ്ത ഫോട്ടോ എങ്ങനെ ചേഞ്ച് ചെയ്യാം, ഇനി ഫോട്ടോ തന്നെ വേണ്ടെങ്കിൽ എങ്ങനെ അത് റിമൂവ് ചെയ്യാം എന്നത് കൂടി വീഡിയോയുടെ അവസാനം കാണിക്കാം. ഓക്കെ, ഇനി ആ കോളിംഗ് കാർഡ് എന്ന ഓപ്ഷനിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അങ്ങനെ അതും സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിന്റെ താഴെയായിട്ട് 2 ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ട്. അതിൽ താഴത്തേത് കോൺടാക്ട് കോളിംഗ് കാർഡ് എന്ന ഓപ്ഷനാണ്. അപ്പോൾ ആ ഓപ്ഷനാണ് ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ താഴെ റൈറ്റ് സൈഡിലായിട്ട് ക്രിയേറ്റ് എന്നൊരു ബട്ടൺ കാണിച്ചിട്ടുണ്ടല്ലോ, അതിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ എൻ്റെ ഫോൺ കോൺടാക്ട്സ് ആണ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രീനിനെ ഇങ്ങനെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നവരെ കണ്ടുപിടിച്ച് അവരുടെ നമ്മുടെ ഫോണിൽ എന്ത് നെയിമിലാണോ അവരുടെ കോൺടാക്ട് നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ നെയിമിൽ പ്രസ് ചെയ്തുകൊണ്ട് അവരുടെ ആ കോൺടാക്ട് നമ്പറിലേക്ക് നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എളുപ്പത്തിൽ അവരുടെ കോൺടാക്ട് നമ്പർ കണ്ടുപിടിക്കുന്നതിനായിട്ട് സ്ക്രീനിന്റെ മുകളിൽ റൈറ്റ് സൈഡിലെ ഈ കോർണറിൽ കാണുന്ന ഈ സെർച്ച് ഐക്കണിൽ ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ അവിടെ സെർച്ച് ബാർ ഓപ്പൺ ആയി, താഴെ കീബോർഡും വന്നിട്ടുണ്ട്. ഇനി കീബോർഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നവരുടെ നമ്മൾ കോൺടാക്ട് നെയിം എന്താണോ ഇതിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത്
കൊടുക്കുക. അപ്പം ഞാൻ എൻ്റെ വൈഫിൻ്റെ കോൺടാക്ട് നമ്പറിലാണ് അവരുടെ ഫോട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ സോണി എന്ന് അവരുടെ നെയിം ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ അത് ടൈപ്പ് ചെയ്തത് തന്നെ സെർച്ച് ബാറിന് താഴെയായിട്ട് സോണി മാർട്ടിൻ എന്ന അവരുടെ കോൺടാക്ട് നെയിം വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ സ്ക്രീനിൻ്റെ നടുവിലായിട്ട് വന്നിരിക്കുന്ന ആ ചെറിയ ബോക്സിൽ അവരുടെ 2 കോൺടാക്ട് നമ്പറായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് മറ്റൊന്നുമല്ല, അവരുടെ നമ്പർ ഞാൻ ജിമെയിൽ ഐ ഡിയിലും അതേപോലെ എൻ്റെ ഫോണിലും എൻ്റെ ഡിവൈസിലും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒറ്റ നമ്പർ തന്നെയാണ്, പക്ഷേ 2 എണ്ണമായിട്ട് ഇവിടെ കാണിക്കുന്നു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് പ്രസ് ചെയ്യാം. പക്ഷേ നിങ്ങളങ്ങനെ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചെറിയ ബോക്സ് വരില്ല, പകരം അടുത്ത സ്ക്രീനാണ് ഓപ്പൺ ആവുക. അപ്പം ഞാൻ ആ ബോക്സിലെ 2 നെയിമുകളിൽ ഒരെണ്ണത്തിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ അതിലും പ്രസ് ചെയ്തപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പറിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യാനുള്ള സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ സ്ക്രീനിൻ്റെ താഴെ 3 ബട്ടണുകൾ ഉണ്ട്. അതിൽ ഒന്നാമത്തേത് ക്യാമറ ബട്ടൺ ആണ്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ആകും. അങ്ങനെ ക്യാമറ ഓപ്പൺ ആയാൽ അവരുടെ ഫോട്ടോ നമുക്ക് അപ്പം തന്നെ എടുത്തുകൊണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ബട്ടൺ ഗാലറിയാണ്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഗാലറിയാണ് ഓപ്പൺ ആവുക. അപ്പോൾ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നവരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ബട്ടൺ ഗൂഗിൾ ഫോട്ടോസ് ആണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ഫോട്ടോസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നവരുടെ ഫോട്ടോയൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോയെ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഫോട്ടോ എൻ്റെ ഫോൺ ഗാലറിയിലുണ്ട്. അതുകൊണ്ട് ആ നടുവിലത്തെ ഐക്കണായ ഗാലറി ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇനി സ്ക്രീനിനെ മുകളിലേക്ക് നീക്കിക്കൊണ്ട് അവരുടെ ഫോട്ടോ ഞാൻ ഇതിൽ സെർച്ച് ചെയ്യുന്നു. ഇപ്പോൾ അവിടെ കണ്ടില്ലേ, അവരുടെ കുറേ ഫോട്ടോസ് ഇതിലുണ്ട്. അപ്പോൾ അതിൽ ഒരു ഫോട്ടോയിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അങ്ങനെ ആ ഫോട്ടോ ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ 2 വിരലുകൾ ആ ഫോട്ടോയുടെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് അതിങ്ങനെ സൂം ചെയ്യാം. ഇനി അല്ലെങ്കിൽ എളുപ്പത്തിന് ആ ഫോട്ടോയുടെ മേലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അത് ഫുൾ സ്ക്രീൻ ആകും. ഇനി നമുക്ക് വിരൽ അതിൽ ടച്ച് ചെയ്ത് പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാവുന്നതാണ്. പിന്നെ ഇതുപോലെ അതിനെ സൂം ചെയ്തിട്ട് നമ്മുടെ ഒരു വിരൽ അതിൽ ടച്ച് ചെയ്ത് പിടിച്ചുകൊണ്ട് ആ ഫോട്ടോയെ ആ സ്ക്രീനിലേക്ക് കറക്റ്റാക്കി ഇതുപോലെ വെക്കാവുന്നതാണ്. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോ അല്ലെങ്കിൽ അതിനെ സൂം ചെയ്യും തോറും അതിൻ്റെ ക്ലാരിറ്റി കുറയും. ഈ ഫോട്ടോ സ്ക്രീനിൽ കറക്റ്റ് ആണ്, അതുകൊണ്ട് ഞാൻ ഇതിന് മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ചസ് വരുത്താം. അങ്ങനെ ഫോട്ടോ അതിൽ കറക്റ്റ് ആക്കിയതിന് ശേഷം സ്ക്രീനിന് മുകളിൽ ലെഫ്റ്റ് സൈഡിലായി കാണുന്ന ഈ ചെറിയ ആരോയിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ മുമ്പത്തെ സ്ക്രീൻ തന്നെ ഇവിടെ ഓപ്പൺ ആകും. ഇനി ആ ഫോട്ടോയുടെ മുകളിലായിട്ട് അവരുടെ നെയിം സോണി മാർട്ടിൻ എന്നിവിടെ കാണുന്നുണ്ടല്ലോ. ഞാൻ എൻ്റെ ഫോൺ കോൺടാക്റ്റിൽ അങ്ങനെയാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഇവിടെ ആ നെയിം കാണുന്നത്. ഇനി നിങ്ങൾ പേരൊന്നും സേവ് ചെയ്യാതെ ഫോൺ നമ്പർ മാത്രമേ സേവ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ അവരുടെ ജിമെയിൽ ഐ ഡിയിൽ എന്താണോ നെയിം ഉള്ളത് അതാണ് ഇവിടെ കാണിക്കുക. ഇനി ഇവിടെ കാണുന്ന അവരുടെ പേരിൻ്റെ ഡിസൈനൊക്കെ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അതിനായിട്ട് ആ ഫോട്ടോയ്ക്ക് താഴെയായിട്ട് കുറേ തരം എകൾ കാണുന്നില്ലേ, അതിൽ ഓരോ എയിൽ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴും അവരുടെ നെയിമിൻ്റെ ഡിസൈൻ ഇതുപോലെ മാറുന്നതാണ്. പക്ഷെ ഞാനത് ഇവിടെ മാറ്റുന്നില്ല. അപ്പോൾ ആദ്യത്തെ എയിൽ തന്നെ പ്രസ് ചെയ്തുകൊണ്ട് അവരുടെ ആ നെയിം പഴയ പോലെ തന്നെ ആക്കുകയാണ്. അതേപോലെ ആ നെയിമിൻ്റെ കളർ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ ആ എക്ക് താഴെയായിട്ട് കുറേ കളർ സർക്കിൾസ് കാണുന്നില്ലേ, അതിൽ ഇങ്ങനെ ഓരോന്നിൽ പ്രസ് ചെയ്യുമ്പോഴും ആ നെയിമിൻ്റെ കളർ ഇങ്ങനെ മാറുന്നതാണ്. പക്ഷെ അത് ഞാനിവിടെ മാറ്റം വരുത്തുന്നില്ല. ആദ്യത്തെ ആ വൈറ്റ് സർക്കിളിൽ തന്നെ പ്രസ് ചെയ്തുകൊണ്ട് ആ നെയിമിനെ പഴയ പോലെ തന്നെ ആക്കുന്നു. അങ്ങനെ എല്ലാ വർക്കും കഴിഞ്ഞാൽ സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഡൺ എന്നൊരു ബട്ടൺ കാണുന്നില്ലേ, അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഫോട്ടോ അവരുടെ കോൺടാക്ട് നമ്പറിൽ സേവ് ആകുന്നതാണ്. അപ്പം ഞാൻ ആ ഡണ്ണിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ അവരുടെ സേവ് ആയി കഴിഞ്ഞു. അപ്പോൾ അവരുടെ നെയിമിൻ്റെ താഴെയായിട്ട് ആഡ് എന്നൊരു ബട്ടൺ വന്നിട്ടുണ്ട്. അതിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഫോൺ കോൺടാക്ട് ഇതുപോലെ ഓപ്പൺ ആകും. അപ്പം ഞാൻ നേരത്തെ ചെയ്ത പോലെ വീണ്ടും മറ്റൊരു വ്യക്തിയുടെ കോൺടാക്ട് നമ്പറിലേക്ക് അവരുടെ ഫോട്ടോ നമുക്ക് ആഡ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ മുമ്പത്തെ സ്ക്രീനിൽ കണ്ട ആഡ് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് എത്ര പേരുടെ കോൺടാക്ട് നമ്പറുകളിലേക്കും അവരുടെ ഫോട്ടോസ് നമുക്ക് ആഡ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനത് ഇവിടെ ചെയ്യുന്നില്ല. ഞാൻ ബാക്ക് അടിച്ചിട്ട് ഫോണിന്റെ ഹോം സ്ക്രീനിലേക്ക് തന്നെ എത്തുന്നു. ഇനി ഞാൻ വീണ്ടും ആ കോൾ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണ്. ഇനി ഞാൻ ഫോട്ടോ ആഡ് ചെയ്ത എൻ്റെ വൈഫിന്റെ ഫോണിലേക്ക് ഈ ഫോണിൽ നിന്ന് ഒന്ന് വിളിക്കുകയാണ്. അതിനായി എൻ്റെ വൈഫിന്റെ കോൺടാക്ട് നമ്പറിൽ ഞാൻ ഇവിടെ പ്രസ് ചെയ്യുന്നു. എനിക്ക് 2 സിം ഫോണിലുണ്ട്, അതാണ് ഇവിടെ ബോക്സിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സിമ്മിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അവർക്ക് വിളിക്കുകയാണെങ്കിലും നമ്മൾ സേവ് ചെയ്ത അവരുടെ ഫോട്ടോ ഇതുപോലെ സ്ക്രീനിൽ വരുന്നതാണ്. ഇനി ഞാൻ ആ കോള് കട്ട് ചെയ്യുന്നു. ഇനി ബാക്ക് അടിച്ചിട്ട് ഞാൻ ഹോം സ്ക്രീൻ ഓഫ് ചെയ്യുകയാണ്. ഇനി എൻ്റെ വൈഫിന്റെ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് ഞാനൊന്ന് വിളിക്കുകയാണ്. കണ്ടില്ലേ, അവരുടെ ഫോണിൽ നിന്ന് ഞാൻ ഇതിലേക്ക് വിളിച്ചപ്പോഴും ഞാൻ സേവ് ചെയ്ത ആ ഫോട്ടോ സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫോൺ കോൺടാക്റ്റിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആരുടെയൊക്കെ കോൺടാക്ട് നമ്പറുകളിൽ നമ്മൾ അവരുടെ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ടോ, അപ്പോൾ അവരൊക്കെ നമ്മുടെ ഫോണിലേക്ക് ഇങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന അവരുടെ ഫോട്ടോ ഇതുപോലെ സ്ക്രീനിൽ വരുന്നതാണ്. അപ്പോൾ സ്ക്രീനിലെ അവരുടെ ഫോട്ടോയും അതേപോലെ നെയിമും കണ്ടുകൊണ്ട്
ആരാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അതുമാത്രമല്ല അവരുടെ മുഖം നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടതിന് ശേഷം ആ കോള് അറ്റൻഡ് ചെയ്യുമ്പോൾ അവരുടെ മുഖം നമ്മുടെ മനസ്സിലുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവർ അടുത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് ലഭിക്കും. ഇനി ആഡ് ചെയ്ത ഫോട്ടോ എങ്ങനെ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നും കൂടി നോക്കാം. അതിനായി ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ കോൾ ബട്ടണിൽ പ്രസ് ചെയ്ത് ഓപ്ഷനുകളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു സ്ക്രീനിലേക്ക് തന്നെ വീണ്ടും വരിക. അങ്ങനെ ഫോട്ടോ ആഡ് ചെയ്ത ശേഷം ഈ ഒരു സ്ക്രീനിലേക്ക് വീണ്ടും വരുമ്പോൾ റിമൂവ് എന്നൊരു പുതിയ ബട്ടൺ കൂടി ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാം. അപ്പൊ അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഫോട്ടോയെ റിമൂവ് ചെയ്യാം. ഇനി ഈ ഫോട്ടോയ്ക്ക് പകരം മറ്റൊരു ഫോട്ടോ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ ക്യാമറ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ഫോട്ടോ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഗാലറി ബട്ടണിലോ ഗൂഗിൾ ഫോട്ടോസ് ബട്ടണിലോ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്തുകൊണ്ട് അതിലുള്ള മറ്റൊരു ഫോട്ടോയോ ഇതിലേക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ ആ ഗാലറി ബട്ടണിൽ വീണ്ടും പ്രസ് ചെയ്യുന്നു. ഇതാ ഇവിടെ വൈഫിന്റെ തന്നെ മറ്റൊരു ഫോട്ടോയുണ്ട്, അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ആ ഫോട്ടോ ഇതിലേക്ക് ആഡ് ആയി കഴിഞ്ഞു. ഇനി സ്ക്രീനിന് മുകളിലായിട്ടുള്ള ഡൺ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ ആ ഫോട്ടോ ഇപ്പൊ അതിൽ സേവ് ആയി കഴിഞ്ഞു. ഇനി ഫോട്ടോ എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് കാണിക്കാം. അതിനായിട്ട് സോണി മാർട്ടിൻ എന്ന ഈ ഓപ്ഷനിൽ തന്നെ ഞാൻ വീണ്ടും പ്രസ് ചെയ്യുന്നു. ഇനി ഫോട്ടോയ്ക്ക് താഴെയായിട്ടുള്ള ആ 4 ബട്ടണുകളിൽ ലാസ്റ്റത്തെ ബട്ടണായ റിമൂവിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിന്റെ നടുവിലായി വന്നിരിക്കുന്ന ആ ബോക്സിലെ താഴെയായിട്ട് റൈറ്റ് സൈഡിലായിട്ടുള്ള ആ കൺഫേം എന്ന ബട്ടണിൽ ഇനി നമ്മൾ പ്രസ് ചെയ്യണം. അപ്പോഴാണ് അത് റിമൂവ് ആവുക. അപ്പൊ ഞാൻ ആ കൺഫേമിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ ആ ഫോട്ടോ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ രീതിയിൽ കോൺടാക്ട് നമ്പറുകളിൽ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാം. ഇനി ആ ഫോട്ടോയെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇനി ഫോട്ടോ തന്നെ വേണ്ടെങ്കിൽ അത് റിമൂവും ചെയ്യാം. പക്ഷേ ചില ഫോണുകളിൽ നമ്മൾ ഈ കോൾ ആപ്പ് അപ്ഡേറ്റ് ചെയ്താലും ആ ഒരു കോളിംഗ് കാർഡ് എന്ന ഓപ്ഷൻ അതിൽ കാണിക്കുന്നില്ല. എൻ്റെ ഈ ഫോൺ ഓപ്പോ F70 Pro ആണ്. എൻ്റെ അടുത്ത് കുറേ ഫോണുകൾ ഉണ്ട്, അതിൽ ഒരെണ്ണാണിത്. അപ്പോൾ ഇതിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എനിക്ക് റിയൽമിയുടെ മറ്റൊരു ഫോൺ ഉണ്ട്, പക്ഷെ അതിൽ ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു, വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.